പ്രിയമുള്ളവരെ, വചനജ്വാല 1175 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 18 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ജോബിന്റെ പുസ്തകം 19 അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ജോബിന്റെ മറുപടി. ജോബ് പറഞ്ഞു, എത്ര കാലം നിങ്ങൾ എന്നെ പീഡിപ്പിക്കും? വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും. ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എൻ്റെ മേൽ നിന്ദ ചൊരിഞ്ഞിരിക്കുന്നു. എന്നെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഞാൻ തെറ്റു ചെയ്തെങ്കിൽ തന്നെ അത് എന്നോട് കൂടെ ഇരുന്നു കൊള്ളും. നിങ്ങൾ എന്നേക്കാൾ വലിയവരെന്ന് ഭാവിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈന്യം എനിക്കെതിരായി തെളിവായി നിങ്ങൾ സ്വീകരിക്കുന്നു എങ്കിൽ ദൈവമാണ് എന്നോട് ഇത് ചെയ്തതെന്നും എന്നെ വലയിൽ അകപ്പെടുത്തിയതെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതിക്രമം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാലും എനിക്ക് മറുപടി ലഭിക്കുന്നില്ല. മുറവിളി കൂട്ടിയാലും എനിക്ക് നീതി ലഭിക്കുന്നില്ല. കടന്നു പോകാനാകാത്ത വിധം അവിടുന്ന് എൻ്റെ വഴി മതിൽ കെട്ടി അടച്ചു. എൻ്റെ മാർഗങ്ങളെ അന്ധകാരപൂർണമാക്കുകയും ചെയ്തു. എൻ്റെ മഹത്വം അവിടുന്ന് ഉരിഞ്ഞു മാറ്റിയിരിക്കുന്നു. എൻ്റെ കിരീടം അവിടുന്ന് എടുത്തു കളഞ്ഞു. എല്ലാ വശത്തു നിന്നും എന്നെ തകർക്കുന്നു. ഞാനിതാ പോയി കഴിഞ്ഞു. അവിടുന്ന് എൻ്റെ പ്രത്യാശയെ വൃക്ഷത്തെ എന്ന പോലെ പിഴുതു കളഞ്ഞിരിക്കുന്നു. എനിക്കെതിരെ അവിടുന്ന് ക്രോധം ജ്വലിപ്പിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുവായി എണ്ണിയിരിക്കുന്നു. അവിടുത്തെ സൈന്യങ്ങൾ എനിക്കെതിരെ ഉപരോധമുയർത്തുന്നു. എൻ്റെ കൂടാരത്തിന് ചുറ്റും അവർ പാളയം അടിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ സഹോദരന്മാരെ അകറ്റിയിരിക്കുന്നു. എൻ്റെ പരിചയക്കാരും അപരിചിതരായി തീർന്നു. ബന്ധുജനങ്ങളും ഉറ്റ സ്നേഹിതരും എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ ഭവനത്തിലെ അതിഥികളും എന്നെ വിസ്മരിച്ചിരിക്കുന്നു. എൻ്റെ ദാസിമാർ എന്നെ അന്യായമായി കരുതുന്നു. ഞാൻ അവരുടെ ദൃഷ്ടിയിൽ പരദേശിയായി തീർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ക്ലൂണിയിലെ വിശുദ്ധ ഓഡോയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. 877 ക്രിസ്മസിന്റെ തലേന്ന് അക്വിറ്റായിലെ ഒരു പ്രഭു തനിക്ക് ഒരു ആൺകുഞ്ഞിനെ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ട് ഒരു പുത്രനെ നൽകി. അവനെ ഓഡോ എന്ന് പേരിട്ടു. ആ കുഞ്ഞിനെ വിശുദ്ധ മാർട്ടിനെ ഏൽപ്പിച്ചു. വിജ്ഞാനത്തിലും സുഹൃതത്തിലും വളർന്ന ഓഡോ ദൈവ ശുശ്രൂഷയിലേക്ക് തിരിഞ്ഞെങ്കിലും അനാരോഗ്യം മൂലം ഏറെ ബുദ്ധിമുട്ടി. പിന്നീട് ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്നു. തുടർന്ന് ക്ലൂണിയിലെ ആശ്രമത്തിലെ ആബട്ടായി. അതിനെ തുടർന്ന് അദ്ദേഹം റോമായിലേക്ക് പോയെങ്കിലും രോഗബാധിതനായി ടൂർസിലേക്ക് പോയി. അവസാനം വിശുദ്ധ മാർട്ടിന്റെ പാദാന്തകത്തിൽ കിടന്നാണ് അദ്ദേഹം
ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ക്ലൂണിയിലെ വിശുദ്ധ ഓഡോയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.